ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇത് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് വേണ്ടുന്നത് ഒരു 3 കപ്പ് ബസ്മതി റൈസാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതൊരു അരമണിക്കൂർ വെച്ചിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു 7 പച്ചമുളക്, പിന്നെ ഒരു ബഞ്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു ബഞ്ച് പുതിനയിലയാണ്. ഞാനിവിടെ പുതിനയുടെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പുതിനയില ഉണക്കി പൊടിച്ചത്. ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തൊരു മിശ്രിതമാണ്. അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. അതുപോലെ തന്നെ ഇത് നാരങ്ങയുടെ നീരാണ്, 5 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് തൈരാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ നീരിൻ്റെ പകുതി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ജീരകത്തിൻ്റെ പൊടി അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടി, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പുതിനയുടെയും മല്ലിയുടെയും ആ ഒരു മിശ്രിതം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പുതിന, മല്ലി, പിന്നെ കസൂരി മേത്തി, പച്ചമുളക് ഇത്രയും ചേർത്ത് അരച്ചതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് സോൾട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 1 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇത് ഹോൾ ഗരം മസാലയാണ്. ഒരു 8 ഏലക്ക, 8 ഗ്രാമ്പു, 1 പീസ് പട്ട, 1 വയനയില, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊരു 2 സവാള നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയൊന്ന് ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ സവാളയാണ്, 2 എണ്ണം മീഡിയം സൈസ് സവാളയാണ്. അതും കൊണ്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതൊരു ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊരു 2 ടീസ്പൂൺ ഉണ്ട്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ ഇതൊരു 1/2 ടീസ്പൂൺ ഉണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വേകാനായിട്ട് വെക്കണം. ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഞാൻ അതിലേക്ക് ഒരു 2 മാഗിയുടെ ചിക്കൻ ക്യൂബ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരി ഊറ്റിയെടുത്തതാണ്, കഴുകി ഊറ്റിയെടുത്തതാണ്. അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ വെള്ളം, മാഗി ചിക്കൻ ക്യൂബ് ചേർത്തിട്ട് തയ്യാറാക്കിയ ആ ഒരു വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന നാരങ്ങയുടെ ജ്യൂസാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും രണ്ടും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ബട്ടർ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു 4-5 ചെറിയ പീസസ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റെങ്കിലും ദമ്മിൽ വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഗ്രീൻ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റൈത്തയുടെ കൂടെയോ അതല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.